പാണക്കാട് മൊയ്ൻ അലി തങ്ങൾക്ക് വധഭീഷണി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് മൊയ്ൻ അലി തങ്ങൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഭീഷണിക്ക് പിന്നിൽ റാഫി പുതിയ കടവാണെന്നാണ് മൊയ്ൻ അലി തങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അഷ്കർ അലി ചേരുന്നുണ്ട്. അഷ്കർ, ഈ റാഫി പുതിയ കടവ് എന്ന ആൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇയാളാണ് വാർത്താ സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കിയ ആൾ. ഈ ഒരു സാഹചര്യം വെച്ചാണോ ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നതെന്ന് പറയുന്നത്? എന്താണ് ഈ ഭീഷണി എന്ത് ഭീഷണിയാണെന്നാണ് പറയുന്നത്? ഈ പരാതി എന്താണ്? വധഭീഷണി മുടക്കി എന്നാണ് മൊയ്ൻ അലി തങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. ഫോൺ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ തനിക്ക് നേരെ വധഭീഷണി മുടക്കുകയും അതിനപ്പുറം തന്നെ പുറത്തൊരു പരിപാടിയിലും ഇനി താങ്കൾ പങ്കെടുക്കാൻ അനുവദിക്കില്ല, അവിടെയൊക്കെ ആളുകളെ വിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഭീഷണിപ്പെടുത്തലും മൊയ്ൻ അലി തങ്ങൾക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അത്തരമൊരു പരാമർശങ്ങളും ഉണ്ടായി എന്നും ഈ തെളിവുകൾ സഹിതം പോലീസിന് താൻ പരാതി കൈമാറിയെന്നും മൊയ്ൻ അലി തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കോഴിക്കോട് വെച്ച് ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവായ മുഹമ്മദ് ഷായുടെ കൂടെ തന്നെ മൊയ്ൻ അലി തങ്ങൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനവും മൊയ്ൻ അലി തങ്ങൾ ഉയർത്തുകയും ചെയ്തു. അന്ന് മൊയ്ൻ അലി തങ്ങൾക്ക് നേരെ അസഭ്യം വിളിക്കുകയും ആ പത്രസമ്മേളനത്തിൽ ബഹളം വെച്ച് പത്രസമ്മേളനം തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന മുസ്ലിം ലീഗിന്റെ തന്നെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ് ഈ റാഫി പുതിയ കടവ്. ഈ റാഫി പുതിയ കടവ് തന്നെയാണ് തന്നെ ഇന്നും ഫോൺ വിളിച്ച് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം മുഴക്കിയത്, വധഭീഷണി സന്ദേശം മുഴക്കിയത് റാഫി പുതിയ കടവിലാണെന്നാണ് ഇപ്പോൾ മൊയ്ൻ അലി തങ്ങൾ ആരോപിക്കുന്നത്. റാഫി പുതിയ കടവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫോൺ സന്ദേശം അടക്കമാണ് പോലീസിന് പരാതി നൽകിയതെന്നും മൊയ്ൻ അലി തങ്ങൾ പറയുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെ അന്ന് ഈ ഒരു വിവാദമായതോടെ പിന്നീട് മുസ്ലിം ലീഗ് ഉന്നതാധികാരി സമിതി യോഗം ചേരുകയും റാഫി പുതിയ കടവിലെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം റാഫി പുതിയ കടവിൽ മൊയ്ൻ അലി തങ്ങളുമായി വന്ന് സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതായിരുന്നു പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ മൊയ്ൻ അലി തങ്ങൾക്കെതിരെ വീണ്ടും വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം സമസ്തയിലെ ഒരു വിഭാഗവും പാണക്കാട് കുടുംബ സാദിഖൽ തങ്ങൾ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടായിരുന്നു. ഈ പട്ടിക്കാട് ജാമിയ നൂര സമ്മേളനത്തിൽ നിന്നും യുവ നേതാക്കളെ മാറ്റി നിർത്തുകയും അവർ പിന്നീട് പല വേദികളിലായി പാണക്കാട് കുടുംബത്തിന് നേരെയും സാദിഖൽ തങ്ങൾക്ക് നേരെയും പരോക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ മൊയ്ൻ അലി തങ്ങൾ ഈ വേദിയിൽ സമസ്തയുടെ ഒരു വേദിയിൽ പങ്കെടുക്കുകയും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. പാണക്കാട് കുടുംബത്തിന് കൊമ്പും ജില്ലയും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. എന്നാൽ അങ്ങനെ ഇവിടെ ആരും കൊമ്പും ചില്ലയും ഒന്നും വെട്ടാൻ പോകുന്നില്ലെന്ന് പരോക്ഷ മറുപടിയുമായി പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ മൊയ്ൻ അലി തങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു. ഈ ഒരു പ്രശ്നം പാർട്ടിക്കകത്തും സമസ്ത മുസ്ലിം ലീഗും തമ്മിലുള്ള വിഷയങ്ങളിലുമൊക്കെ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൊയ്ൻ അലി തങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടാവുന്നത്. സമാനമായ രീതിയിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള രൂക്ഷ വിമർശനമാണ്, ഇല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ വധഭീഷണിക്ക് പിന്നിലെന്നുള്ള ആരോപണം മൊയ്ൻ അലി തങ്ങൾ പരോക്ഷമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി താൻ പങ്കെടുക്കാൻ പോകുന്ന പരിപാടികളിലേക്കൊക്കെ തന്നെ ആളുകളെ വിട്ട് പ്രകോപിപ്പിക്കും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നതടക്കമുള്ള അഷ്കർ, ഈ റാഫി പുതിയ കടവ് തന്നെയാണ് ഈ ഭീഷണി സന്ദേശത്തിന് പിന്നിൽ എന്നുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? റാഫി പുതിയ കടവിൽ തന്നെയാണെന്നും മൊയ്ൻ അലി തങ്ങളാണ് ആരോപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ റാഫി പുതിയ കടവിൽ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. കാരണം ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നീട് അവരുടെ റാഫി പുതിയ കടവിന്റെ ഒരു വ്യാപാര സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ അതിലേക്ക് പങ്കെടുക്കുന്നതിലൊക്കെ തന്നെ മൊയ്ൻ അലി തങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇവർ തമ്മിൽ നേരിട്ട് പരിചയമുള്ള ആളുകൾ കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റാഫി പുതിയ കടവിലാണ് തനിക്കെതിരെ വധഭീഷണി മുഴക്കിയത് എന്ന് തന്നെയാണ് മൊയ്ൻ അലി തങ്ങൾ ആരോപിക്കുന്നത്. അദ്ദേഹം അത് നമ്മളോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഈ റാഫി പുതിയ കടവിനെതിരെ നേരത്തെ വിവിധ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ വിഷൻ ഓഫീസിലേക്ക് അന്ന് മാർച്ച് നടത്തുകയും ആ മാർച്ചിനിടെ ആ ഓഫീസിലെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും മാധ്യമ ഓഫീസിന് നേരെയും
അക്രമം നടത്തിയെന്ന പേരിൽ ഒരു കേസും റാഫി പുതിയ കടവിലുണ്ട്. ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ കൂടിയാണ് ഈ റാഫി പുതിയ കടവിൽ. നേരത്തെ വാർത്താ സമ്മേളനത്തിനിടെ മൊയ്നലി തങ്ങളുടെ വാർത്താ സമ്മേളനത്തിനിടെ അസഭ്യം വിളിക്കുകയും യൂസ്ലെസ് എന്നടക്കം വിളിച്ചുകൊണ്ട് വലിയ പ്രകോപനം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റാഫി പുതിയ കടവിലെ പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അടിയന്തര യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ റാഫി പുതിയ കടവിൽ തന്നെയാണ് അന്ന് ബഹളം ഉണ്ടാക്കിയ റാഫി പുതിയ കടവിൽ തന്നെയാണ് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നാണ് മൊയ്നലി തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയത്.